അമൂല്യമായ വിഭവങ്ങളും വിപണികളും സാങ്കേതിക വിദ്യകളും തുടങ്ങിയ എല്ലാത്തിൻ്റെയും നിയന്ത്രണം സുരക്ഷിതമാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ. സാങ്കേതിക വിദ്യയുടെ സംയോജനത്താൽ നയിക്കുന്ന ഈ മത്സരത്തിന്റെ അതിശക്തമായ രൂക്ഷഭാവത്തിനാണ് ഇനി ലോകം വരും വർഷങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിന്റെ നിരവധി സൂചനകൾ ഏകദേശം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ധാതു വിഭവങ്ങൾക്കായുള്ള ആഗോള ജിയോ എക്കണോമിക് മത്സരം കഴിഞ്ഞ കുറച്ചു നാളുകളായി കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിലേക്ക് മാറുവാൻ ഒരുങ്ങുകയാണ്. ലിഥിയം, ചെമ്പ്, അപൂർവ ഭൂമി മൂലകങ്ങൾ എന്നിങ്ങനെ തുടങ്ങി നിർണായക ധാതുക്കളുടെ ആവശ്യവും വലിയ തോതിൽ കുതിച്ചുയരുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, വലിയ തോതിൽ സമ്പത്തുള്ള ഗ്രീൻലാൻഡിലും കാനഡയിലും പനാമ കനാലിലും ഡൊണാൾഡ് ട്രംപ് പരസ്യമായി നോട്ടമിട്ടിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഈ നോട്ടം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. യുക്രൈന്റെ കാര്യം നോക്കിയാൽ 10 മുതൽ 12 ട്രില്യൺ ഡോളർ വരെ മൂല്യമുള്ള നിർണായക ധാതുക്കളാൽ സമ്പന്നമാണ് യുക്രൈൻ എന്ന രാജ്യം. റഷ്യ വിജയം കൈവരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണെന്നതിലും സംശയമില്ല.